തേർഡ് സെമിസ്റ്ററിലെ ബികോമിൻ്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ തിയറീസ് നമുക്ക് നോക്കാം. തിയറീസ് മാത്രം നമുക്ക് നോക്കാം. നന്നായിട്ട് പഠിക്കുക തിയറീസ്. കാരണം 2 മാർക്കിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കി ഫുള്ള് തിയറി ആയിരിക്കും, ചിലപ്പോൾ ഫുൾ തിയറി ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് നമുക്കറിയാം റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഡിബെഞ്ചർ? എന്താ ഡിബെഞ്ചർ? നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇറ്റ് ഇസ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ്. കടം മേടിക്കാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബെഞ്ചർ. ആരാണ് ഇഷ്യൂ ചെയ്യണേ? കമ്പനി അല്ലേ. കമ്പനി അവരുടെ കോമൺ സീൽ സിഗ്നേച്ചർ, കമ്പനിയുടെ സിഗ്നേച്ചറിൽ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന കടം മേടിക്കാനായിട്ടുള്ള ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബെഞ്ചർ. ക്ലിയർ? എന്താണ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്? എന്താ റിഡംഷൻ എന്ന് പറഞ്ഞാൽ? റീപേയ്മെന്റ്. റിഡംഷൻ്റെ അർത്ഥം എന്താ? അതായത് നമ്മൾ ഒരാൾക്ക് ഡിബെഞ്ചർ വിറ്റിട്ട് ആ ഡിബെഞ്ചർ നമ്മൾ തിരിച്ചു വാങ്ങില്ലേ പൈസ കൊടുത്തിട്ട്, അതിനെയാണ് റിഡംഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ 20 വർഷത്തേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഡിബെഞ്ചർ വിറ്റിട്ടുണ്ടാവുക. അപ്പോൾ ആ ഡ്യൂറേഷൻ, ആ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഡ്യൂ ഡേറ്റ് ആകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കും. റീപേയ്മെൻറ്റ് ചെയ്തിട്ട് ഡിബെഞ്ചർ ഹോൾഡറിന് ആ പൈസ കൊടുത്തിട്ട് നമ്മുടെ ലയബിലിറ്റി, ബാധ്യത നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. അതിനെയാണ് നമ്മൾ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുക. ചോദിക്കാണ്ട് എപ്പോഴും വരുന്ന ക്വസ്റ്റൻ ആണ് 2 മാർക്കിന്. അപ്പോൾ ഇറ്റ് മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ് ടു ദ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഇറ്റ് ഈസ് എ ഡിസ്ചാർജ് ഓഫ് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബെഞ്ചേഴ്സ്. ഓക്കെ. അടുത്ത എന്താണ് റെഡീമബിൾ ഡിബെഞ്ചറിൽ? തന്നെ പലതരത്തിലുള്ള ഡിബെഞ്ചർ ഉണ്ട്. ഒന്ന് റെഡീമബിൾ ഡിബെഞ്ചർ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് സെമ്മിൽ. റെഡീമബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ ഒരുമിച്ച് പൈസ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വാങ്ങില്ലേ, അങ്ങനെയുള്ള ഡിബെഞ്ചറുകളെ വിളിക്കുന്ന പേരാണ് റെഡീമബിൾ. ഇനി ഒരു കമ്പനിയുടെ ജീവിതാവസാനം വരെ ഈ ഡിബെഞ്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അതൊരിക്കലും റിഡീം ചെയ്യില്ല. അങ്ങനെയുള്ള ഡിബെഞ്ചറാണ് ഇറെഡീമബിൾ. ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ റെഡീമബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇത്ര നാൾ കഴിയുമ്പോൾ, ഇത്ര വർഷം കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് വാങ്ങാൻ കഴിയുന്ന ഡിബെഞ്ചറാണ് റെഡീമബിൾ. തിരിച്ച് വാങ്ങാൻ പറ്റാത്ത ഡിബെഞ്ചറിൽ ഒരു കമ്പനിയുടെ ലൈഫ് ടൈം വരെ നമുക്കൊരിക്കലും റിഡീം ചെയ്യാൻ പറ്റാത്ത ഡിബെഞ്ചറാണ് റെഡീമബിൾ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി സോഴ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ. നമുക്ക് ഡിബെഞ്ചർ തിരിച്ചു വാങ്ങണമെങ്കിൽ എവിടെ നിന്നൊക്കെ നമുക്ക് പൈസ കണ്ടെത്താം? കമ്പനിയുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഒന്നാമത്തെ സോഴ്സാണ് ഫ്രഷ് ഇഷ്യൂ. ഫ്രഷ് ആയിട്ട് ഡിബെഞ്ചർ ആർക്കെങ്കിലും വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ വെച്ചിട്ട് നമ്മുടെ ഡിബെഞ്ചർ റിഡീം ചെയ്യാം. 2, ക്യാപിറ്റലിൽ നിന്ന് പൈസ എടുക്കാം, പ്രോഫിറ്റിൽ നിന്ന് പൈസ എടുക്കാം, അല്ലെങ്കിൽ ഡിബെഞ്ചറിനെ എന്ത് ചെയ്യാം, ഷെയറിലേക്കോ പുതിയ ഡിബെഞ്ചറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അസറ്റുകളിൽ നമ്മുടെ പേരിൽ കിടക്കുന്ന, കമ്പനിയുടെ പേരിൽ കിടക്കുന്ന വല്ല അസറ്റൊക്കെ വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ വെച്ച് നമ്മുടെ പഴയ ഡിബെഞ്ചർ തിരിച്ച് മേടിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഓൺ ഡിബെഞ്ചർ പർച്ചേസ് ചെയ്യാം. ഓക്കെ അല്ലേ? ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കാം, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്? ക്ലിയർ ആയോ? ഈ സോഴ്സസും മെത്തേഡ്സും രണ്ടാണ് കേട്ടോ. എന്താ സോഴ്സ് എന്ന് പറയുന്നത്? അർത്ഥം എവിടെ നിന്ന് പൈസ ഉണ്ടാക്കാം. നമ്മുടെ ഡിബെഞ്ചർ തിരിച്ചു വാങ്ങാൻ എവിടെ നിന്നൊക്കെ പൈസ ഉണ്ടാക്കാം. മെത്തേഡ് അങ്ങനെയല്ല, എങ്ങനെയൊക്കെ ഏതൊക്കെ രീതികളിൽ ഡിബെഞ്ചർ നമുക്ക് തിരിച്ചു വാങ്ങാം. ഒന്ന് ലംസം. എന്താ ലംസം എന്ന് പറഞ്ഞാൽ? ഒന്നിച്ച് പൈസ കൊടുത്തിട്ട് ഡിബെഞ്ചർ തിരിച്ചു വാങ്ങാം. അടുത്ത ഇൻസ്റ്റാൾമെന്റ്. എന്താ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ കൊടുത്തിട്ട് ഡിബെഞ്ചർ റിഡീം ചെയ്യാം. 3, സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് അറിയാലോ, നമ്മുടെ കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് കുറേശ്ശെ പൈസ നമ്മൾ എങ്ങോട്ട് മാറ്റി വെക്കുക? റിസർവായിട്ട് സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റുക. അത് അവിടെ തന്നെ വെക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് റിട്ടേൺ കിട്ടും. ഇതിൽ അവസാനം ആകുമ്പോൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വല്ല ഷെയറിലെ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് വിറ്റിട്ട് കിട്ടുന്ന പൈസ വെച്ച് ഡിബെഞ്ചർ റിഡീം ചെയ്യുക. അടുത്ത ഇൻഷുറൻസ് പോളിസി. എന്താ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ? പോളിസി എടുക്കുക. ഡിബെഞ്ചർ നമുക്ക് തിരിച്ചു വാങ്ങാൻ വേണ്ടി. നമുക്ക് എന്തായാലും ഡിബെഞ്ചറിന്റെ ഡ്യൂറേഷൻ, കാലാവധി അറിയാലോ, 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വാങ്ങണമെന്ന്. അപ്പോൾ 10 വർഷത്തേക്ക് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് 10 വർഷം കഴിയുമ്പോൾ മെച്യൂർഡ് ആകുന്ന രീതിയിൽ ഒരു പോളിസി എടുക്കും. എന്നിട്ട് ആ പോളിസി ആ സമയത്ത് മെച്യൂർഡ് ആകുമ്പോൾ പൈസ കിട്ടില്ലേ, ഈ പൈസ വെച്ച് നമ്മുടെ ഡിബെഞ്ചർ റിഡീം ചെയ്യുക. അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഓൺ ഡിബെഞ്ചർ വാങ്ങുക, അല്ലെങ്കിൽ ഈ ഡിബെഞ്ചറിനെ ഷെയറിലേക്കോ ഡിബെഞ്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് മെത്തേഡ്സ്. ഓക്കെ ആണോ? മെത്തേഡ്സ് ക്ലിയർ ആയോ? എസ്എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ബ്രീഫായിട്ട് എഴുതേണ്ടി വരും കേട്ടോ. ആദ്യം ഈ 6 പോയിന്റ് എഴുതിയിട്ട് ഹെഡിങ് തിരിച്ച് എഴുതാൻ നോക്കാം കേട്ടോ. ഓക്കെ മോളെ? വേണ്ട, ജേണൽ എൻട്രി വേണ്ട കേട്ടോ. ജേണൽ എൻട്രി ഒരിക്കലും എഴുതണ്ട തിയറി. ശരിക്കും എന്താ കുറച്ചു നേരമായി, 5 മിനിറ്റ് ആയിട്ടുണ്ട്. അല്ല 7:45 പറഞ്ഞിരുന്നത്. ഓക്കെ. റിഡംഷൻ ബൈ ലംസം. ഇനി ഓരോ മെത്തേഡിനെ കുറിച്ചൊന്ന് ബ്രീഫായിട്ട് വേഗം പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് എസ്എ ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അറിയണമല്ലോ.
ലംസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താ അറ്റ് എൻഡ് ഓഫ് സ്പെസിഫൈഡ് പീരീഡ് അല്ലേ, ഒരു പീരീഡ് കഴിയുമ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് പൈസ കൊടുത്തിട്ട് എൻ്റയർ എമൗണ്ട് ഓഫ് ഡിബെഞ്ചറും കൊടുത്തിട്ട് ഡിബെഞ്ചർ തിരിച്ച് വാങ്ങുന്ന രീതിയാണ് ലംസം. ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാലോ, അതായത് ഇതിൻ്റെ എമൗണ്ട് നമ്മൾ എങ്ങനെ കൊടുക്കുക, എമൗണ്ട് മെയ്ഡ് ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്. എമൗണ്ട് എങ്ങനെ അടയ്ക്കുക നമ്മൾ, ആനുവൽ ആയിട്ട് നമ്മൾ അടയ്ക്കും. ഇതിന് വേറൊരു പേര് പറയാറുണ്ട്, ലോട്ടറി മെത്തേഡ് എന്ന് പറയാറുണ്ട് കേട്ടോ, ഓർത്ത് വെക്കണേ. സിംഗിങ് ഫണ്ട് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് റിഡംഷൻ എവറി ഇയർ എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് സെറ്റ് അസൈഡ് ആൻഡ് സിംഗിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ്. എല്ലാ വർഷവും കമ്പനി എന്ത് ചെയ്യും, ലാഭത്തിൽ നിന്ന് കുറച്ച് പൈസ സിംഗിങ് ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായില്ല, എന്തിനാണ് ഈ ക്രിയേറ്റ് ചെയ്യണേ, ഈ ഫണ്ട് പുറത്ത് ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കിട്ടുന്ന പൈസ വെച്ച്, അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ അത് വിറ്റ് കിട്ടുന്ന പൈസ വെച്ച് നമ്മൾ റിഡംഷൻ ചെയ്യാനായിട്ട്. അടുത്ത ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. അണ്ടർ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് ആൻ ഇൻഷുറൻസ് പോളിസി ഈസ് പർച്ചേസ്ഡ് ബൈ പേയിങ് ആനുവൽ പ്രീമിയം. സച്ച് പോളിസി വിൽ മെച്യൂർ ഓൺ ദ ഡേറ്റ് വെൻ ദ റിഡംഷൻ ബിക്കം റെഡീമബിൾ. ക്ലിയർ ആയോ? നമ്മുടെ റിഡംഷൻ റെഡീം ചെയ്യേണ്ട സമയമാകുമ്പോഴായിരിക്കും ഈ പോളിസി എന്താവുക, മെച്യൂർഡ് ആവുക. ആ പൈസ വെച്ചിട്ട് നമ്മൾ റിഡംഷൻ ചെയ്യുക. കത്തിയോ? യെസ്. അടുത്തതാണ് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. എന്താ ഓൺ ഡിബെഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? A company can buy its own debentures if it is authorized by its articles. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഓതറൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം ഡിബെഞ്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രീതിയാണ് ഏത് ഓൺ ഡിബെഞ്ചർ വാങ്ങാന്ന് പറഞ്ഞാൽ. വെൻ എ കമ്പനി പർച്ചേസ് ഇസ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ. നമ്മുടെ സ്വന്തം ഡിബെഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, അവിടെ റിഡംഷൻ സംഭവിക്കും. അടുത്ത് ന്യൂ ഷെയറിലേക്ക് കൺവെർട്ട് ചെയ്യുക. ഇത് ലാസ്റ്റ് ഒരു മെത്തേഡാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഡിബെഞ്ചറിനെ പുതിയ ഷെയറിലേക്കോ പുതിയ ഡിബെഞ്ചറിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന രീതിയാണ് 6. ഈ 6 നന്നായി പഠിച്ചോ കേട്ടോ, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേര് എക്സാമിന് കേട്ടോ. ഓക്കെ, ചിലപ്പോൾ പ്രോബ്ലം ആവാം, ചിലപ്പോൾ തിയറി ആവാം, ചിലപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവാം, ചിലപ്പോൾ 5 മാർക്ക് ആവാം കേട്ടോ. ഇനി ഈ കൺവേർഷൻ്റെ അഡ്വാൻറ്റേജ് മാത്രം പഠിക്കുക. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിബെഞ്ചറിനെ നമ്മൾ ഷെയറിലേക്ക് പുതിയ ഡിബെഞ്ചറിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? എനി ഫിനാൻഷ്യൽ സോഴ്സ് ഈസ് നീഡഡ് ഫോർ റിഡംഷൻ. ശരിയല്ലേ? ഫിനാൻഷ്യൽ നമുക്ക് ആവശ്യമില്ല അല്ലേ റിഡംഷന് വേണ്ടി. അങ്ങനെയാണ് കേട്ടോ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എനി ഫിനാൻഷ്യൽ സോഴ്സ് ഈസ് നോട്ട് നീഡഡ് ഫോർ റിഡംഷൻ, അങ്ങനെയല്ലേ വേണ്ടത്? അതായത് റിഡംഷന് വേണ്ടി നമുക്ക് വേറെ ഫണ്ട് കണ്ടെത്തേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ സെൻറ്റൻസിൽ. ഇറ്റ് ഹാസ് നോ അഡ്വേഴ്സ് എഫക്റ്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുമോ? കാരണം ആ ക്യാഷിൽ നിന്ന് എടുത്തിട്ടല്ലല്ലോ ചെയ്യണം, ക്യാഷിൽ നിന്ന് നമ്മൾ പൈസ എടുക്കുന്നില്ലല്ലോ. അതുപോലെ റിഡംഷന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, DRR ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർ ഓണറായി, ഷെയറിലേക്ക് കൺവെർട്ട് ചെയ്യണമെങ്കിൽ അവരാരായി, ഷെയർ ഹോൾഡറായി. അപ്പോൾ അവർക്ക് നമ്മുടെ പ്രോഫിറ്റിലുള്ള അധികാരം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയും. ഓക്കെ അല്ലേ? ഇനി സിംഗിങ് ഫണ്ട് നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. അതിന് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പഠിച്ചു. കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജനറൽ എൻട്രി ആണ് ചോദിച്ചത്. പക്ഷേ ഒന്നും അറിയില്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ്? 2 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ഡിവിസിബിൾ പ്രോഫിറ്റ്? ആർക്കെങ്കിലും അറിയോ? It is a profit, part of profit which is legally distributed as dividend to shareholder. ഷെയർഹോൾഡറിന് വീതിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കമ്പനിയുടെ ലാഭത്തിൻ്റെ ഭാഗമാണ് ഡിവിസിബിൾ. ഡിവൈഡ് ചെയ്യാത്ത പ്രോഫിറ്റ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഷെയർഹോൾഡറിന് ഇതുവരെയായിട്ടും വീതിച്ച് കൊടുക്കാത്ത പ്രോഫിറ്റിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുക കേട്ടോ. എന്താ DRR? വാട്ട് ഈസ് DRR? DRRഉം CRRഉം രണ്ടും പഠിച്ച് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. DRR CRR ഇതിൽ നിന്ന് പറഞ്ഞും ഷുവർ. DRR എന്ന് പറഞ്ഞാൽ ഇഫ് ദ കമ്പനി ഈസ് അണേബിൾ ടു റെഡീം ഇറ്റ്സ് ഡിബെഞ്ചേഴ്സ് ബൈ ഇഷ്യൂയിങ് ന്യൂ ഷെയർ ടു റേസ് നെസസറി ഫണ്ട് ദ കമ്പനി ഷുഡ് ക്രിയേറ്റ് DRR അക്കൗണ്ട് ഫോർ റെഡീമിങ് ദ ഡിബെഞ്ചർ. തെറ്റാണ് കേട്ടോ, ഇത് തെറ്റാണ്. DRR എന്ന് പറയുന്നത് ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ആണ്. ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ഈസ് ക്രിയേറ്റഡ് ഫോർ എന്തിനു വേണ്ടിയിട്ടാ? റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. അങ്ങനെ എഴുതണം. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് ഡിബെഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിസർവാണ് DRR കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ? DRR എന്ന് പറഞ്ഞാൽ ഡിബെഞ്ചർ റിഡംഷൻ റിസർവ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. എഴുതി നമ്മളെ ഇതിൽ കുറച്ച് മിസ്റ്റേക്ക്, കറക്റ്റ് അല്ല എന്നാലും
പക്ഷെ അവർ ഡയറക്റ്റ്ലി അല്ല പോയിക്കണതാണ് കേട്ടോ. യെസ്, കിട്ടിയില്ലേ? ഇനി ബോണസ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കണ്ടീഷൻസ് എന്താ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അത് ഓതറൈസ് ചെയ്തിട്ടുണ്ടാവണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടാവണം, പിന്നെയോ കമ്പനിയുടെ കയ്യിൽ കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് റിസർവ് ഉണ്ടായിട്ടുണ്ടാവണം, സെബിയുടെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പോൾ ബോണസായിട്ട് നമ്മൾ ഷെയർ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റ് ഉറപ്പായിട്ടും വരും. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റൻ ആണ് എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റ്. എന്താ എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? എക്സ്ക്ലൂഡിങ് ഇൻട്രസ്റ്റ്. അതായത് ഇത് വരുന്ന എപ്പോഴാണെന്ന് അറിയാം, നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് പ്രൈസിനകത്ത് അതുവരെയുള്ള ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡഡ് ആണെങ്കിൽ, എന്താ എക്സ്ക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ? വിത്തൗട്ട്, കേട്ടിട്ടില്ലെങ്കിൽ ആ പ്രൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ ആ പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് കൂടി ഉണ്ടെങ്കിലോ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആ ഡിബഞ്ചറിൻ്റെ വിലയുടെ കൂടെ അതുവരെയുള്ള കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് കൂടി ചേർത്തിട്ടാണ് പർച്ചേസ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് വിളിക്കാം? കം ഇൻട്രസ്റ്റ്. ഇനി എന്താണ് പ്രിഫറൻസ് ഷെയർ? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ അടുത്ത ചാപ്റ്റർ ആണ്. പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഈ ഷെയറുകൾക്ക് എന്തുണ്ടാവും? ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ? അവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡറുടെ പോലെയല്ല. ഇവരാരാണ്? പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. ഇവർക്കായിരിക്കും ആദ്യം ഡിവിഡൻഡ് കിട്ടുക. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഡിവിഡൻഡ് കിട്ടും. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇവർക്കായിരിക്കും ക്യാപിറ്റൽ ആദ്യം നമ്മൾ തിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ കിട്ടിയില്ലേ, അതേ തന്നെ സെയിം. അവർ ഡിബഞ്ചറിനെ പോലെ പ്രിഫറൻസ് ഷെയർ ആക്കുക. ഇറ്റ് മീൻസ് റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. മറ്റേ നമ്മൾ എന്താ പറഞ്ഞേ? ഇറ്റ് ഇസ് റീപേയ്മെന്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ടു ദ ഡിബഞ്ചർ ഹോൾഡർ. ഇവിടെ എന്താ? ഇറ്റ് ഇസ് റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. ക്ലിയർ ആയോ? എന്താണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയറും ഇറഡീമബിൾ? നമ്മൾ അവിടെ പറഞ്ഞില്ലേ റെഡീമബിൾ ഡിബഞ്ചറും ഇറഡീമബിളും പറഞ്ഞില്ലേ? സെയിം തന്നെ. റെഡീമബിൾ എന്ന് പറഞ്ഞാൽ ഇത്ര വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതിനെയാണ് റെഡീമബിൾ എന്ന് പറഞ്ഞാൽ. ഇറഡീമബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയുടെ വൈൻഡ് അപ്പ് സമയത്ത് മാത്രം കൊടുക്കേണ്ട പ്രിഫറൻസ് ഷെയർ ആണ് ഇറഡീമബിൾ. ക്ലിയർ ആയോ? പ്രിഫറൻസ് ഷെയർ നമ്മൾ തിരിച്ചു വാങ്ങുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്, ചോദിക്കാറുണ്ട് 5 മാർക്കിനൊക്കെ. ഒന്ന് എന്തായിരിക്കും? മസ്റ്റായിട്ട് ഫുള്ളി പെയ്ഡിലുള്ള പ്രിഫറൻസ് ഷെയർ ആയിരിക്കണം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മസ്റ്റായിട്ടും പറഞ്ഞിട്ടുണ്ടാവണം. ഒരിക്കലും ക്യാപിറ്റൽ റിസർവിൽ നിന്ന് പൈസ എടുക്കാൻ പാടില്ല. ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കനോട്ട് ബി യൂസ്ഡ്. പ്രൊസീഡ്സ് ഫ്രോം ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന ഫണ്ട് വെച്ച് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? റിഡംഷൻ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ രജിസ്ട്രാറിലെ റിഡംഷന് തൊട്ട് മുമ്പ് ഒരു 30 ദിവസത്തിന് മുമ്പായിട്ട് നമ്മൾ അതിന് നോട്ടീസ് അയച്ചിട്ടുണ്ടാവണം കേട്ടോ. ഇനി പ്രിഫറൻസ് ഷെയർ നമുക്ക് എവിടെ നിന്നൊക്കെ പൈസ ഉണ്ടാക്കി നമുക്ക് റിഡംഷൻ ചെയ്യാം? പ്രിഫറൻസ് ഷെയർ മൂന്നെണ്ണാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഒന്ന് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, ഫ്രഷ് ആയിട്ട് നമ്മൾ ഷെയർ വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ വെച്ച് നമ്മുടെ പ്രിഫറൻസ് ഷെയർ തിരിച്ചു വാങ്ങാം. 2 കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് പൈസ എടുക്കുക. പ്രോഫിറ്റിൽ നിന്ന് പൈസ എടുക്കുകയാണെങ്കിൽ എന്ത് ക്രിയേറ്റ് ചെയ്യണം മക്കളെ? CRR കേട്ടോ. മറ്റോടത്ത് ഡിബഞ്ചർ റിഡംഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ എന്തുണ്ടാക്കണം? DRR. ഇത് പ്രിഫറൻസ് ഷെയർ ആണ് നമ്മൾ തിരിച്ചു വാങ്ങാൻ പോണേ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ CRR ക്രിയേറ്റ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് കേട്ടോ. അപ്പം 3 രീതിയിലാണ് നമ്മൾ പൈസ സോഴ്സ് കണ്ടെത്തുക പ്രിഫറൻസ് ഷെയർ തിരിച്ചു വാങ്ങാൻ. ഒന്ന് ഫ്രഷ് ഇഷ്യൂ, 2 പ്രോഫിറ്റിൽ നിന്ന്, 3 പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഭാഗികമായിട്ട് ഫ്രഷ് ഇഷ്യൂ, ഭാഗികമായിട്ട് പ്രോഫിറ്റ് ചെയ്യുന്നു. എന്താണ് CRR? ഇറ്റ്സ് എ റിസർവ് മെയിൻറ്റെയിൻ ബൈ എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് ദിസ് റിസർവ് ഡീൽസ് വിത്ത് ഷെയർസ് വിച്ച് ആർ റെഡീമബിൾ. ഷെയർ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റിസർവാണ് CRR ഔട്ട് ഓഫ് പ്രോഫിറ്റ് കേട്ടോ. എന്താ ബോണസ് ഷെയർ? അടുത്ത ചാപ്റ്റർ ബോണസ് ഷെയർ. എന്താ ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ? നിലവിലുള്ള കമ്പനിത്തെ ആൾക്കാർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഷെയർസ് കൊടുക്കുക. യെസ്, വെരി ഗുഡ്. ബോണസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റ്. ആ സെന്റൻസ് ഉറപ്പായിട്ട് പറയണം. ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന വേർഡ് എന്തായാലും പറയണം. ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ. ഒരു കമ്പനിയുടെ നിലവിലുള്ള ഷെയർ ഹോൾഡർക്ക് കമ്പനിക്ക് നല്ല ലാഭമൊക്കെ വരുമ്പോൾ കമ്പനി ക്യാഷായിട്ട് ചിലപ്പോൾ ഷെയർ കൊടുക്കില്ല. അപ്പോൾ ഷെയർ ആയിട്ട് കൊടുക്കുക. ക്യാഷായിട്ട് ചിലപ്പോൾ ഡിവിഡൻഡ് കൊടുക്കില്ല, ഷെയർ ആയിട്ട് കൊടുക്കും, ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഷെയറിനെയാണ് ബോണസ് ഷെയർ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ബോണസ് ഷെയർ ഹോൾഡറിന് കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഷെയർ ഹോൾഡറിനുണ്ട്? അവർക്ക് അഡീഷണൽ ആയിട്ട് ഷെയർ കിട്ടും, ഒരു പൈസയും കൊടുക്കാണ്ട്. ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഭാവിയിൽ അവർക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടും അല്ലേ? ഇനിയിപ്പോൾ ഷെയറിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ വീണ്ടും ഭാവിയിൽ അവർക്ക് കൂടുതൽ ലാഭം കിട്ടും. ഇനി കമ്പനിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത്? ഒരിക്കലും കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ എഫക്റ്റ് ചെയ്യില്ല. കാരണം പൈസ ആയിട്ടല്ലല്ലോ ഡിവിഡൻഡ് കൊടുക്കണേ, ഷെയർ ആയിട്ടല്ലേ കൊടുക്കണേ.
അതുപോലെ തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള കോസ്റ്റ് ഉണ്ടാവില്ല. കമ്പനിയുടെ ഗുഡ് വില്ല് സൽപ്പേര് കൂടും. കാരണം എല്ലാവരും പറയും എനിക്ക് അവിടെ ഷെയർ കിട്ടി എക്സ്ട്രാ എന്ന് പറയില്ലേ, അപ്പോൾ സൽപ്പേര് കൂടും അല്ലേ. അതുപോലെ ടാക്സ് പേയ്മെൻറ്റ് കമ്പനിക്കും അടയ്ക്കേണ്ട കാര്യമില്ല. ഇനി ബോണസ് ഷെയർ കൊണ്ട് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജ് ഉള്ള ഷെയർ ഹോൾഡറിന്? സ്പെക്കുലേഷൻ, ഊഹക്കച്ചവടം എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ്, ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് പറയാം. കമ്പനിക്ക് അതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണ്? പ്രോഫിറ്റിൽ നിന്നല്ലേ പോണേ, ഭാവിയിൽ പ്രോഫിറ്റ് കുറയും. കാരണം പ്രോഫിറ്റിൽ നിന്ന് ഭാവിയിൽ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരും. കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ചിലപ്പോൾ സഫർ ചെയ്യേണ്ടി വരും. അതുപോലെ ചില എക്സ്പെൻസുകൾ, സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിൻറ്റിങ്, അങ്ങനെ കുറച്ച് എക്സ്പെൻസുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ബോണസായിട്ട് ഷെയർ കൊടുക്കുമ്പോൾ ഒരു കമ്പനി ഫോളോ ചെയ്യേണ്ട സെബിയുടെ ഗൈഡ് ലൈൻ എന്തൊക്കെയാണെന്ന് ചോദിക്കും. സെബിയുടെ ഗൈഡ് ലൈൻസ് കേട്ടോ. ഒരു ഷെയർ കമ്പനി ബോണസായിട്ട് കൊടുക്കുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ഉണ്ട്. ഒന്ന്, ഫിക്സഡ് അസറ്റ് ഒരിക്കലും എടുക്കാൻ പാടില്ല, റിസർവ് പൈസ ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണം. ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം മസ്റ്റായിട്ടും. അതുപോലെ തന്നെ ബോണസ് ഷാൽ നോട്ട് ബി ഇഷ്യൂഡ് ഇൻ ലീ ഓഫ് ഡിവിഡൻഡ്. ആ ഡിവിഡൻറ്റിന് പകരമായിട്ട് കൊടുക്കുന്ന പോലെ ആയിരിക്കരുത് ഒരിക്കലും ബോണസ് ഷെയർ. അതുപോലെ ഒരു വട്ടം ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തിരിച്ചു വാങ്ങാൻ പാടില്ല. അങ്ങനെ കുറച്ച് സെബീസ് ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് ഓർത്ത് വയ്ക്കുക. ഇനി എപ്പോഴൊക്കെ ബോണസ് ഷെയർ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ബോണസ് ഷെയർ കൊടുക്കുക, എപ്പോഴൊക്കെ ഒരു കമ്പനി ബോണസ് കൊടുക്കുക? സർക്കംസ്റ്റൻസസ് പറഞ്ഞേ. ഒരു കമ്പനിയുടെ ചിലപ്പോൾ നല്ല ലാർജ് റിസർവ് ഉണ്ടാവും അല്ലേ. അതുപോലെ ക്യാഷ് ആയിട്ട് ബോണസ് കൊടുക്കാൻ ചിലപ്പോൾ കമ്പനിയുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ കമ്പനിക്ക് അസറ്റ് കൂടുതലാണെങ്കിൽ, അതുപോലെ തന്നെ മാർക്കറ്റിൽ വാല്യൂ കൂടി ഷെയറിൻ്റെ, മനസ്സിലായില്ലേ. അതുപോലെ തൊഴിലാളികൾ കൂടുതൽ വേതനം ആവശ്യപ്പെട്ടു, കൂടുതൽ സാലറിക്ക് ആവശ്യപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സാലറി കൂട്ടുന്നില്ല, ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ തരാം. മനസ്സിലായില്ലേ. അപ്പോൾ ആ 6 സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ സാധാരണ എന്ത് കൊടുക്കുക, ബോണസ് ഷെയർ കൊടുക്കുക. ഓക്കെ, പറ്റിയില്ലേ? ഈ പ്രിഫറൻസ് ഷെയറിന് മാത്രമുള്ള റെഡീം ഇക്വിറ്റി ഷെയറിനുണ്ടോ? എന്ത് റെഡീം ചെയ്യാൻ? ഇല്ല, ഇക്വിറ്റി ഷെയറിനില്ല കേട്ടോ, പ്രിഫറൻസ് ഷെയർ മാത്രമേ ഉള്ളൂ. അതല്ലേ ബൈബാക്ക്? യെസ്, ബൈബാക്ക്. അതിന് ബൈബാക്ക് എന്ന് പറയും. യെസ്. ഇനി സോഴ്സ് ഓഫ് ബോണസ് ഷെയർ. ബോണസ് ഷെയർ നമുക്ക് എവിടെ നിന്നൊക്കെ പൈസ കണ്ടെത്താം? റവന്യൂ റിസർവ് ചെയ്യുന്നുണ്ടാക്കാം, അറിയാലോ നിങ്ങൾക്ക്. ജനറൽ റിസർവ്, ഇവിടെ നിന്നൊക്കെ പൈസ എടുത്തിട്ട് നമുക്ക് ബോണസ് കൊടുക്കാം. എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്? 2 മാർക്കിന് ചോദിക്കാറുണ്ട്. എന്താ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ? ചില സമയങ്ങളിൽ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആളുകൾക്ക്, സാധാരണ ആളുകൾക്കൊക്കെ അത് വാങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്ത് ചെയ്യും, അതിനെ ഡിവൈഡ് ചെയ്യും. 2 or more പാർട്ടായിട്ട് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യും. അതിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുക കേട്ടോ. ഈ ബോണസ് ഷെയറും സ്റ്റോക്ക് സ്പ്ലിറ്റും തമ്മിൽ ഡിഫറൻസ് 5 മാർക്കിന് മേ ബി വരാം. ബോണസ് ഷെയറിൻ്റെ വാല്യൂ എന്താണ് ഒരിക്കലും മാറില്ല. സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ ഫേസ് വാല്യൂ കുറയാം. ബോണസ് റിസർവ് കുറയ്ക്കാൻ കാരണമാകുന്നു. സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒരിക്കലും റിസർവ് അങ്ങനെ കുറയില്ല. ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് ബോണസ് ഷെയർ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും, പക്ഷെ ഒരിക്കലും മറ്റവർക്ക് ഒരിക്കലും ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഇനി പാർട്ട് ഓഫ് റിസർവ് ഈസ് ക്യാപിറ്റലൈസ്ഡ്. റിസർവിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ബോണസ് കൊടുക്കുക. ദർ ഈസ് നോ ക്യാപിറ്റലൈസേഷൻ കേട്ടോ. ഇനി റൈറ്റ് ഷെയർ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് റൈറ്റ് ഷെയർ. എന്താ റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ? റൈറ്റ് ഷെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രീഎംപ്റ്റീവ് റൈറ്റ് ഉണ്ടാവും. അതന്നെ, അത് നിലവിലുള്ള ഷെയർ ഹോൾഡറിന്. ഇപ്പം നമ്മളൊരു കമ്പനി ഷെയർ പബ്ലിക്കിലേക്ക് വിൽക്കുന്നതിന് മുമ്പ് ആരോട് ചോദിക്കും? നിലവിലുള്ള ഷെയർ ഹോൾഡർ ചോദിക്കും, നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വില കുറച്ച് തരാം. അങ്ങനെയൊക്കെ നമ്മൾ അവരെ നമ്മളൊരു കൺസിഡർ ചെയ്യുന്ന രീതി, അവരെ നമ്മൾ പരിഗണിക്കുന്ന രീതി, അവർക്കൊരു റൈറ്റ് കൊടുക്കും, നമ്മളൊരു അധികാരം കൊടുക്കും. അതിനെയാണ് റൈറ്റ് ഷെയർ എന്ന് പറയുക. പ്രീഎംപ്റ്റീവ് റൈറ്റ് കൊടുക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്യൂ കോസ്റ്റ് കുറയും. നമ്മൾ പുറത്ത് പബ്ലിക്കിലേക്ക് വെറുതെ കഷ്ടപ്പെട്ട് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ ചില ഇഷ്യൂ ചെയ്യാനുള്ള കോസ്റ്റ് കുറയും, കമ്പനിയുടെ ഇമേജ് കൂടും അല്ലേ. ഡയറക്ടേഴ്സിന് നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അഡീഷണൽ ആയിട്ട് ഷെയറുകൾ കിട്ടും ഷെയർ ഹോൾഡറിന്. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ അധികാരത്തിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുക കേട്ടോ. വാല്യൂ ഓഫ് റൈറ്റ് ആരാളുള്ള പ്രോബ്ലം പഠിച്ചു വയ്ക്കാൻ 5 മാർക്കിനൊക്കെ, 2 മാർക്കിനും 5 മാർക്കിന് ചോദിക്കാം. ഇനി ബോണസ് ഷെയറും റൈറ്റ് ഷെയറും നമ്മൾ ഡിഫറൻസ് 5 മാർക്കിനൊക്കെ എപ്പോഴും വരുന്നതാണ്. ബോണസ് ഷെയർ എക്സിസ്റ്റിംഗ് മെമ്പറിന് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുന്നതാണ്. റൈറ്റ് ഷെയർ അങ്ങനെയല്ല, പേയ്മെന്റ് അല്ലെ, പൈസ വാങ്ങിയിട്ട് കൊടുക്കുന്നതാണ് റൈറ്റ് ഷെയർ. എന്താ വില കുറച്ചിട്ട് പാർട്ടാക്കിട്ട് കൊടുക്കണല്ലേ ഏത് റൈറ്റ് ഷെയർ? റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ അവരെ പരിഗണിക്കുക. അപ്പോൾ അവരിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട് നമ്മൾ, പക്ഷെ അവരെ ആയിരിക്കും ആദ്യം പരിഗണിക്കുക. ചിലപ്പോൾ വില കുറച്ച് ഡിസ്കൗണ്ടിലൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ബോണസ് ഷെയർ ഫുള്ളി പെയ്ഡ് ആണ്, മറ്റൊടത്ത് ഫുള്ളി പെയ്ഡും പാർട്ട്ലി പെയ്ഡും ആവാം. ഇവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല, അവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ വേണം. ഇവിടെ ബോണസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മസ്റ്റായിട്ടും പറഞ്ഞിട്ടുണ്ടാവണം. ഇവിടെയാണെങ്കിൽ അങ്ങനെ സ്പെസിഫിക് പ്രൊവിഷൻസ് ആവശ്യമില്ല.
ഇനി ബോണസ് ഇഷ്യൂ ഇൻക്രീസ് ഷെയർ ക്യാപിറ്റൽ ബട്ട് റെഡ്യൂസ് അല്ലേ, ബോണസ് ഇഷ്യൂ കൂടുമ്പോൾ ഷെയർ ക്യാപിറ്റൽ കുറേ ഭാവിയിൽ, പക്ഷേ ഇവിടെയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ ക്യാഷ് അല്ലേ, പ്രോഫിറ്റ് വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ ക്യാഷ്, അവിടെ ക്യാഷ് കൂടുന്നില്ല, അവിടെ ക്യാഷ് കൂടും, കാരണം ഷെയർ വിൽക്കുമ്പോൾ പൈസ വരുമല്ലോ. ഇനി കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 63 പ്രകാരമാണ് ബോണസ് കൊടുക്കുന്നത്. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 62 പ്രകാരമാണ് എന്ത് കൊടുക്കുന്നത്, റൈറ്റ് ഷെയർ കൊടുക്കുന്നത്. വാട്ട് ഈസ് ബുക്ക് ബിൽഡിംഗ്? ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലേലം വിളിയാണ്. അതായത് എന്ത് ലേലം വിളിയാ? ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മുടെ കമ്പനികളുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷെയറിൻ്റെ ഒരു വാല്യൂ ഇല്ലേ, അത് ഫിക്സ് ചെയ്യുന്ന ഒരു രീതിയാണ് ബുക്ക് ബിൽഡിംഗ് കേട്ടോ. ആളുകളുടെ ഡിമാൻഡ് നോക്കിയിട്ട് ഒരു വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യും, അതിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. യെസ്, അടുത്ത് എന്താണ് ബൈബാക്ക് പറഞ്ഞോ. വാട്ട് ഈസ് ബൈബാക്ക് ഓഫ് ഷെയർ? ഇറ്റ് ഈസ് എ റിവേഴ്സ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ മതി. ഇഷ്യൂ ചെയ്യുന്ന ഷെയർ നമ്മൾ ഒരാൾക്ക് വിൽക്കില്ലേ, അതിന് നേരെ റിവേഴ്സ്. മനസ്സിലായില്ലേ? നമ്മുടെ സ്വന്തം ഡിബെഞ്ചർ ബൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈബാക്ക് എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ കൂട്ടാം, EPS കൂട്ടാം, മാർക്കറ്റ് പ്രൈസ് കൂട്ടാം അല്ലേ, അതുപോലെ ഫിനാൻഷ്യൽ ഹെൽത്ത് കൂട്ടാം കമ്പനികളുടെ. ഇതൊക്കെ പഠിച്ചു വയ്ക്കുന്ന അഡ്വാൻറ്റേജ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർ കേട്ടോ. ഇനി കണ്ടീഷൻസ്, ബൈബാക്ക് ചെയ്യുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ആർട്ടിക്കിൾസിൽ മിസ്റ്റായിട്ടും പറഞ്ഞിട്ടുണ്ടാവണം. പിന്നെയോ പ്രത്യേക പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടാവണം മീറ്റിങ്ങിൽ. അതുപോലെ റേഷ്യോ, ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റേഷ്യോ ഒരിക്കലും 2:1 കൂടാൻ പാടില്ല. 12 മാസത്തിനുള്ളിൽ നമ്മൾ ബൈബാക്ക് ചെയ്തിട്ടുണ്ടാവണം അല്ലേ, 12 മാസം മസ്റ്റായിട്ട് തികഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ സെക്യൂരിറ്റീസ് മസ്റ്റ് ബൈബാക്ക് ഷുഡ് ബി ഫിസിക്കലി ഡിസ്ട്രോയ്ഡ് വിത്തിൻ 7 days. 7 ദിവസത്തിനുള്ളിൽ ബൈബാക്ക് ചെയ്ത ഷെയറുകൾ 7 ദിവസത്തിനുള്ളിൽ നമ്മളത് കളഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചില കണ്ടീഷൻസ് ഉണ്ട് മക്കളെ. ഈ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്കിന് വരാറുണ്ട്. ഇനി ബൈബാക്ക് ചെയ്യണമെങ്കിൽ എവിടെ നിന്നൊക്കെ പൈസ കണ്ടെത്താം? ഫ്രീ റിസർവ് എന്ന് പറയുമ്പോൾ സർപ്ലസ്, ജനറൽ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ഇവിടെ നിന്നൊക്കെ പൈസ ഉണ്ടാക്കാം കേട്ടോ. അടുത്താണ് നമ്മുടെ ബാങ്കിങ് കമ്പനി. എന്താണ് നോൺ ബാങ്കിങ് അസറ്റ്? എപ്പോഴും ചോദിക്കുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നോൺ ബാങ്കിങ് അസറ്റ്? ഒരു ബാങ്കിന് ഡെറ്റുകൾ അല്ലെ, കടങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് ആവശ്യപ്പെടുന്ന ഫിനാൻഷ്യൽ അസറ്റിനെയാണ് നോൺ ബാങ്കിങ്. നമ്മൾ സാധാരണഗതിയിൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എന്ത് വെക്കാറുണ്ട്? ഗോൾഡോ ലാൻഡൊക്കെ വെക്കാറില്ലേ? ഇനിയിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യത്? അതിനെയാണ് നോൺ ബാങ്ക് അസറ്റ് എന്ന് പറയുക. ബാങ്കിൻ്റെതല്ലാത്ത അസറ്റ് എത്തിയില്ലേ? ഇനി ഡിവിഡൻഡ്. എന്താ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാം. ഡിവിഡൻഡ് ഇസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡർ. ഒരു കമ്പനി ഷെയർ ഹോൾഡറിന് വീതിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ലാഭവിഹിതമാണ് ഡിവിഡൻഡ്. എന്താണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ വാണിജ്യ ബാങ്കുകളും മിനിമം ഒരു 25% എന്ത് ചെയ്തിട്ടുണ്ടാവണം? അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലായില്ലേ? ആ റേഷ്യോനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുക. അപ്പോൾ എന്താ CRR എന്ന് പറഞ്ഞാൽ? എല്ലാ കമ്പനികളും മസ്റ്റായിട്ടും കിട്ടുന്ന ഡെപ്പോസിറ്റിൽ ഇത്ര ശതമാനം റിസർവായിട്ട് മാറ്റിവെക്കണം. RBL, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. അതാണ് CRR കേട്ടോ. സ്ലിപ്പ് സിസ്റ്റം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ സ്ലിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ബുക്ക് കീപ്പിംഗ്. അതായത് ബാങ്കുകളിലൊക്കെ ഓരോ ദിവസത്തെ ഇടപാടുകളൊക്കെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിനെ സഹായിക്കുന്ന ഒരു രീതിയാണ് സ്ലിപ്പ് സിസ്റ്റം. സ്ലിപ്പ് ഉണ്ടാവില്ലേ? നമ്മൾ ബാങ്കിലൊക്കെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ സ്ലിപ്പ് തരില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ബാങ്ക് വെക്കും. എന്തിനാ? അവർക്ക് അക്കൗണ്ടിങ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു മെത്തേഡ്, ഇൻസ്റ്റൻറ്റ് മെത്തേഡ് ഓഫ് പോസ്റ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുക കേട്ടോ. അതിൻ്റെ അഡ്വാൻറ്റേജ് സബ്സിഡിയറി ബുക്കിൻ്റെ ആവശ്യമില്ല, സമയവും ലേബറിനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും, റിലയബിളാണ്, ഓഡിറ്റിംഗ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്, പോസിബിലിറ്റി ഫ്രോഡും എററും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. ഡിസഡ്വാൻറ്റേജ് ലേബറും ടൈമും നമുക്ക് വേസ്റ്റ് ആവാം, അതുപോലെ ഇൻകൺവീനിയൻസ് ഉണ്ടാവാം കസ്റ്റമേഴ്സിന്, മാനിപ്പുലേഷൻ നടക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഇനി ബാങ്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഈ സ്ലിപ്പ് സിസ്റ്റത്തിൽ അത് വേണമെന്നില്ല. കണ്ടീജൻ്റ് ലൈബിലിറ്റി പഠിച്ചു. എന്താ കണ്ടീജൻ്റ് ലൈബിലിറ്റി? ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ ലൈബിലിറ്റി, ഇറ്റ് മേ അറൈസ് ഇൻ ഫ്യൂച്ചർ. ഇതൊരിക്കലും ഒരു ആക്ച്വൽ ലൈബിലിറ്റി അല്ല, പക്ഷെ ഭാവിയിൽ എന്താവാം? ഒരു ലൈബിലിറ്റി ആവാം. അങ്ങനെയുള്ള സാധ്യതയുള്ള ലൈബിലിറ്റിനെയാണ് കണ്ടീജൻ്റ് ലൈബിലിറ്റി എന്ന് പറയുക കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആയോ?
ആ. എന്താണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ? ബാങ്ക് എന്ത് കൊടുക്കും? കടമായിട്ട് ക്യാഷ് കൊടുക്കില്ലേ, ലോൺ പോലെ. അതിനെയാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുക കേട്ടോ. ഇനി മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻ ഷോർട്ട് ടേം അഡ്വാൻസ് മെയ്ഡ് ബൈ ബാങ്ക് ടു ബിൽ ബ്രോക്കർ. ഈ ബില്ല് അതുപോലെ സ്റ്റോക്ക് ബ്രോക്കറൊക്കെ ഇല്ലേ, സ്റ്റോക്ക് ഷെയർ മാർക്കറ്റിലേക്കുള്ള ആളുകൾ, അപ്പോൾ അവർക്ക് ഷോർട്ട് ടേമിലേക്ക് കൊടുക്കുന്ന ആ പൈസേനെയാണ് നമ്മൾ മണി അറ്റ് ആൻഡ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുക. ഇനി റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അഥവാ അൺഎക്സ്പയർഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിബേറ്റ്, അതിന് പ്രോബ്ലം ഒക്കെ പഠിച്ചില്ലേ, എന്താ റിബേറ്റ് എന്ന് പറഞ്ഞാൽ? അടുത്ത കൊല്ലത്തേക്കുള്ള ബില്ല് അടുത്ത കൊല്ലത്തേക്കുള്ള ബില്ലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡിസ്കൗണ്ട് അല്ലേ, അത് നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇറ്റ് മീൻസ് ദ അൺഏൺഡ് എമൗണ്ട് ഓർ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫോർ ദോസ് ബിൽ വിച്ച് മെച്യൂർ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ദ ഫൈനൽ അക്കൗണ്ട് അല്ലേ. അതായത് ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത വർഷം പെട്ടിട്ടുള്ള അൺഏൺഡ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടാത്ത അതായത് ഈ വർഷത്തെ അല്ല അടുത്ത വർഷത്തെ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആ ഡിസ്കൗണ്ടിനെ അല്ലെങ്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് പറയുക. എപ്പോഴും ചോദിക്കാറുണ്ട് 2 മാർക്കിന്. എന്താണ് എൻ പി എ? എൻ ബി എയും എൻ പി എയും വ്യത്യാസമുണ്ട് കേട്ടോ. എൻ പി എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ്. എന്താ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ? ഈ ലോൺസുകളെയും അഡ്വാൻസുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പെർഫോം ചെയ്യാത്ത അസറ്റിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ തരംതിരിക്കും. അതിനെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എന്താണ് സ്റ്റാൻഡേർഡ് അസറ്റ്? വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് അസറ്റ്? എന്താ? അതായത് നോർമലായിട്ടുള്ള ഒരു റിസ്കിനേക്കാൾ കൂടുതൽ റിസ്ക് ഉള്ള അസറ്റിനെയാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുക. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വിച്ച് ആർ ദോസ് അസറ്റ് ദിസ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ആസ് എൻ പി എ ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 12 മാസത്തിൽ കൂടുതൽ പെർഫോം ചെയ്യാത്ത അല്ലെങ്കിൽ എൻ പി എയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് അസറ്റാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ് കേട്ടോ. ജസ്റ്റ് അത് കാണാതെ തന്നെ പഠിക്കുക. ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 12 മാസത്തിൽ കൂടുതൽ പീരീഡുള്ള എൻ പി ആണ് ഡൗട്ട്ഫുൾ അസറ്റ്. 12 മാസത്തിൽ എക്സീഡ് ചെയ്യാൻ പാടില്ലാത്ത ഏതാ? സബ് സ്റ്റാൻഡേർഡ്. എക്സീഡിങ് 12 മന്ത് ആണെങ്കിലോ ലോസ് അസറ്റ് എന്ന് പറഞ്ഞാലോ ഈ അസറ്റിന്റെ വാല്യൂ നമുക്ക് ഒരിക്കലും റിട്ടേൺ ഓഫ് ചെയ്യാൻ പറ്റില്ല, എഴുതി തള്ളാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഈ വാല്യൂ നമുക്ക് ഒരിക്കലും റിട്ടേൺ ഓഫ് ചെയ്യാൻ പറ്റാത്ത അസറ്റിനെയാണ് ലോസ് അസറ്റ് എന്ന് പറയുക കേട്ടോ. യെസ്, ഒന്ന് ബ്രീഫായിട്ട് പഠിക്കാം കേട്ടോ. അടുത്ത ഇൻഷുറൻസ് 100%. പിന്നെ അത് പ്രോബ്ലം ഉറപ്പല്ലേ, പ്രൊവിഷൻ അല്ലേ, അത് പഠിക്കണം കേട്ടോ. യെസ്, അടുത്ത ഇൻഷുറൻസ്. എന്താ ഇൻഷുറൻസ് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ് എന്ന് എഴുതിയാലും മതി കേട്ടോ. ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ ഒരു റിസ്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുക. പലതരത്തിലുള്ള ഇൻഷുറൻസിൽ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും. ജനറൽ തന്നെ പലതുണ്ട്. ഫയർ, മറൈൻ, മോട്ടോർ ആക്സിഡൻറ്റ്, ബർഗ്ലറി, വർക്ക്മെൻ കോമ്പൻസേഷനൊക്കെ വരുന്നുണ്ട്. എന്താണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ? അവരുടെ ലൈഫിലേക്ക് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ്. അതിന് എമൗണ്ട് കിട്ടുക ഒന്നില്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് അല്ലെങ്കിൽ ഡെത്ത്, വിച്ച് എവർ ഈസ് ഏർലിയർ അല്ലേ. ഇതാണ് ആദ്യം സംഭവിക്കുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ക്ലെയിം കിട്ടുക അല്ലേ. ഒരാൾ മരിക്കുകയാണെങ്കിൽ അപ്പോൾ കിട്ടും, അല്ലെങ്കിൽ ആ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമുക്ക് കിട്ടും. പലതരത്തിലുള്ള പോളിസി ഉണ്ട്. ഏതൊക്കെയാണ്? ഹോൾ ലൈഫ് പോളിസി. എന്താ ഹോൾ ലൈഫ് പോളിസി എന്ന് പറഞ്ഞാൽ? ഒരാളുടെ ജീവിതാവസാനം വരെ നമ്മൾ എടുക്കുന്ന പോളിസിയാണ് ഹോൾ ലൈഫ് പോളിസി. അയാൾ മരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടുള്ളൂ. എന്താണ് എൻഡോമെൻ്റ് പോളിസി എന്ന് പറഞ്ഞാൽ? ഒരു നിശ്ചിത ഏജ് വരെ പോളിസി എടുക്കുക. ആ ഏജ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പൈസ കിട്ടും, അല്ലെങ്കിൽ ആ ഏജിന് മുമ്പ് മരിച്ചു പോയാലോ അപ്പം കിട്ടും. വിച്ച് എവർ ഈസ് ഏർലിയർ, ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അപ്പം കിട്ടും. ഇനി ആനുവിറ്റി പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആനുവലായിട്ട് നമുക്ക് അതിൻ്റെ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുക. വിത്ത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയുടെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റും കൂടി കിട്ടുക. പോളിസി എമൗണ്ട് കൂടെ നമുക്ക് പ്രോഫിറ്റും കൂടി എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ വിത്ത് പ്രോഫിറ്റും, പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ വിത്തൗട്ട് പ്രോഫിറ്റും. ഇനി ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? പാരൻസും മക്കളും കൂടി അല്ലെങ്കിൽ കമ്പനികളിലൊക്കെ പാർട്ട്ണർഷിപ്പിലൊക്കെ എടുക്കുന്ന ഒരു തരം പോളിസിയാണ് ജോയിൻറ്റ് ലൈഫ് പോളിസി. മണി ബാക്ക് എന്ന് പറഞ്ഞാൽ അടച്ച പൈസ തിരിച്ചു കിട്ടുന്ന പോളിസി. എന്താ ഡബിൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ? ഒരേ കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 2 അതിലധികമോ ഇൻഷുറൻസ് കമ്പനികളിൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുക. എന്താ റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഇൻഷുറൻസ് കമ്പനി മറ്റൊരു കമ്പനിയിൽ ഇൻഷുറൻസ് എടുക്കുക, അതിനാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുക. മനസ്സിലായോ? നമ്മുടെ കമ്പനി എന്ത് ചെയ്യുക? നമ്മുടെ ഇൻഷുറൻസ് കമ്പനി മറ്റൊരു കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുക. ഇനി പെയ്ഡപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താ അർത്ഥം? സറണ്ടർ വാല്യൂ. അതന്നെ, സറണ്ടർ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളൊരു ഇൻഷുറൻസ് വേണ്ടാന്ന് വെക്കില്ലേ, അപ്പോൾ അതുവരെ അടിച്ച പൈസ നമുക്ക് കിട്ടുന്നതിനെയാണ് സറണ്ടർ വാല്യൂ എന്ന് പറയുക. എന്താ പ്രീമിയം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ
ഇൻഷുറൻസ് എടുത്ത വ്യക്തി ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അടയ്ക്കേണ്ട ആ കൺസിഡറേഷൻ, ആ എമൗണ്ടിനെയാണ് പ്രീമിയം എന്ന് പറയുക. ഓക്കെ ആണോ? ഇനി എന്താണ് ക്യാഷ് ബോണസ്? എന്താ ക്യാഷ് ബോണസ് എന്ന് പറഞ്ഞാൽ? പോളിസി എടുത്ത പോളിസി ഹോൾഡറിന് എന്തായിട്ട് കൊടുക്കും? ബോണസ് ക്യാഷ് ആയിട്ട് കൊടുക്കും. മനസ്സിലായോ? അതിനെയാണ് ക്യാഷ് ബോണസ് എന്ന് പറയുക. എന്താ റിവേഴ്ഷണറി ബോണസ് എന്ന് പറഞ്ഞാൽ? റിവേഴ്ഷണറി ബോണസ് പറഞ്ഞാലേ എല്ലാ വർഷവും കമ്പനി എന്ത് ചെയ്യുന്നറിയോ? ഇൻഷുറൻസ് കമ്പനി പോളിസി എടുത്ത പോളിസി ഹോൾഡറിന് ഒരു നിശ്ചിത പെർസെൻറ്റേജ് ബോണസ് ആയിട്ട് കൊടുക്കും. മനസ്സിലായോ? ഇറ്റ് ഈസ് പേയബിൾ ഓൺ ഡെത്ത് ഓഫ് ദ ലൈഫ് അഷ്യൂർഡ് ഓർ മെച്യൂരിറ്റി ഓഫ് ദ പോളിസി. അത് കൊടുക്കുക, എല്ലാ വർഷവും കുറച്ച് പൈസ ഇങ്ങനെ മാറ്റി വയ്ക്കും ഇവർക്ക് വേണ്ടിയിട്ട്. ഈ പോളിസി എമൗണ്ടിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി, ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി കുറേശ്ശെ ഇത്ര പെർസെൻറ്റേജ് വെച്ച് മാറ്റി വയ്ക്കും. ഈ പൈസ എപ്പോഴാണ് കൊടുക്കുക? ഒന്നില്ലെങ്കിൽ ഡെത്ത് ഓഫ് ദ ലൈഫ് അഷ്യൂർഡ്, അയാൾക്ക് മരണം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ മെച്യൂരിറ്റി ആകുമ്പോഴോ. മനസ്സിലായോ? എല്ലാ വർഷവും കുറേശ്ശെ പ്രോഫിറ്റ് പോലെ ഇത്ര പെർസെൻറ്റേജ് വെച്ച് ബോണസ് മാറ്റി വയ്ക്കും, എന്നിട്ട് ആ സമയമാകുമ്പോൾ കൊടുക്കും. അതാണ് റിവേഴ്ഷണറി ബോണസ് കേട്ടോ. ഇനി എന്താണ് ലൈഫ് ഫണ്ട് എന്ന് പറയുന്നത്? എന്താ? ഒരു കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് ലൈഫ് ഫണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കമ്പനിയുടെ ഇൻകമാണ്. ഇത് ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇല്ലേ? ഒരിക്കലും ലൈഫ് കമ്പനികൾക്ക്, ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രോഫിറ്റ് എന്ന് പറയില്ല. അവരൊന്നും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എത്ര ഇൻകം വരുമാനം വന്നാലും, വരുമാനം കൂടുതലും ചിലവ് കുറവാണെങ്കിൽ ആ ഡിഫറൻസിന് നമ്മൾ എന്താ വിളിക്കുക? ലൈഫ് സർപ്ലസ് ഫണ്ട് എന്നാണ് പറയുക കേട്ടോ. യെസ്, അത് ഓർത്ത് വെച്ചോളൂ, സർപ്ലസ്. വാലുവേഷൻ ബാലൻസ് ഷീറ്റ്, അതിൻ്റെ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. വാലുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുക? ഈ സർപ്ലസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, വിലയിരുത്തേണ്ടത് എന്നറിയാൻ വേണ്ടി ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിനെയാണ് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുക. ഇൻഷുറൻസ് കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട് ഏതൊക്കെയാണ്? റവന്യൂ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് കേട്ടോ. ഒന്ന് ഓർത്ത് വയ്ക്കണേ. യെസ്. അടുത്തത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു കമ്പൈൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പാരൻ്റ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി. പാരൻ്റ് കമ്പനിയുടെയും സബ്സിഡിയറി കമ്പനിയുടെയും കമ്പൈൻ ചെയ്ത്, അല്ലേ? കമ്പൈൻ എന്ന് പറഞ്ഞാൽ ഒരുമിപ്പിച്ച് കൊണ്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിനെയാണ് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. ആരാണ് പാരൻ്റ് കമ്പനി? ആരാ പാരൻ്റ് കമ്പനി? ഏത് കമ്പനിയാണോ മറ്റൊരു സബ്സിഡിയറി കമ്പനി ഏറ്റെടുത്തിട്ടുള്ളത് അതിനെയാണ് പാരൻ്റ് കമ്പനി അഥവാ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുക. ആരാണ് സബ്സിഡിയറി കമ്പനി? യെസ്, ഏത് കമ്പനിയുടെ മെജോറിറ്റി ഷെയർ ആണോ പാരൻ്റ് കമ്പനി വാങ്ങിയത് അതിനെയാണ് സബ്സിഡിയറി കമ്പനി എന്ന് പറയുക. ഇനി ഗ്രൂപ്പ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പാരൻ്റ് ആൻഡ് സബ്സിഡിയറി. അറിയാലോ, രണ്ട് കമ്പനികളെയും കൂടിയിട്ട് കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് കമ്പനി. എന്താണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്? ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് ഓഫ് ദ സബ്സിഡിയറി കമ്പനി ബിഫോർ ഇറ്റ്സ് അക്വിസിഷൻ. മനസ്സിലായോ? സബ്സിഡിയറി കമ്പനീനെ ഏറ്റെടുക്കുന്നതിന് മുൻപ് സബ്സിഡിയറി കമ്പനിയുടെ കയ്യിലുള്ള പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഇനി ഏറ്റെടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണെങ്കിലോ? പോസ്റ്റ് അക്വിസിഷൻ. എന്താണ് NCI? NCI നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഇല്ലാത്ത. ഇറ്റ് ഈസ് എ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓർ നെറ്റ് അസെറ്റ് ദാറ്റ് ബിലോങ്സ് ടു ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദി ഗ്രൂപ്പ്, അല്ലേ? അതായത് നമ്മുടെ കൺട്രോൾ, ഇപ്പോൾ A എന്ന് പറയുന്ന കമ്പനിയുടെ 70% B ഏറ്റെടുത്താൽ Bക്ക് ആകെ 70% കൺട്രോൾ മാത്രമല്ലേ ഉള്ളൂ. എത്ര ശതമാനം കൺട്രോൾ ഇല്ല? അപ്പോൾ അതങ്ങനെ എക്സാമ്പിളൊക്കെ ആയിട്ട് എഴുതാട്ടെ. നിങ്ങൾക്ക് എക്സാമ്പിളൊക്കെ ആയിട്ട് എവിടെ എഴുതാൻ പറ്റുമോ അവിടെയൊക്കെ എഴുതിക്കോ. എന്താണ് നെഗറ്റീവ് ഗുഡ് വിൽ അല്ലെങ്കിൽ ബാർഗെയിൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ? അവനെ കമ്പനി പർച്ചേസ് ആൻ അസെറ്റ് അറ്റ് ലെസ് ദാൻ നെറ്റ് മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വിലയിനേക്കാൾ നമ്മൾ കുറവ് പൈസ ആണ് നെറ്റ് അസെറ്റിനെങ്കിൽ അതിനെയാണ് നെഗറ്റീവ് ഗുഡ് വിൽ എന്ന് പറയുക കേട്ടോ. യെസ്. ലാസ്റ്റ് ചാപ്റ്റർ തിയറി ചാപ്റ്റർ ആണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് 33 ഉണ്ട് പഠിക്കാൻ. 33-ൽ EPSനെ കുറിച്ചാണ് പറയുന്നത്. EPS എന്ന് പറഞ്ഞാൽ ഏണിംഗ് പെർ ഷെയർ ആണ്. ഒരു ഷെയറിൽ നിന്ന് എത്ര ഏണിങ്സ് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അതിനകത്ത് ഓർഡിനറി ഷെയർ എന്താണെന്ന് പഠിക്കുക. ഓർഡിനറി ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ ഓർഡിനറി ഷെയർ എന്ന് പറഞ്ഞാൽ? ഒരു ഷെയറിൽ നമ്മൾ എത്ര ഏണിങ്സ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടെത്തുന്നതിനെയാണ് ഓർഡിനറി ഷെയർ എന്ന് പറയുക കേട്ടോ. EPS പറഞ്ഞാൽ EPS ഈസ് ഇൻട്രസ്റ്റ് ഓഫ് ഈച്ച് ഓർഡിനറി ഷെയർ ഓഫ് എൻ എൻറ്റിറ്റി ഇൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എൻറ്റിറ്റി ഫോർ ദ റിപ്പോർട്ടിംഗ്. ഇത് എഴുതണമെന്നില്ല. ഇറ്റ് ഈസ് ഏണിങ്സ് ഓഫ് പെർ ഷെയർ എന്ന് എഴുതിയാലും മതി കേട്ടോ. ഒരു ഷെയറിൽ നിന്ന് ഏൺ ചെയ്യുന്ന പൈസേനെയാണ് EPS എന്ന് പറയുക. ഡൈല്യൂട്ടഡ് EPS എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിനകത്ത് എന്തും കൂടി വരും?
ഏത് ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസും കൂടി നമ്മൾ ഉൾപ്പെടുത്തും. മനസ്സിലായോ? ചിലപ്പോൾ കുറച്ച് സെക്യൂരിറ്റികളൊക്കെ നമ്മൾ ഷെയറിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി പരിഗണിച്ചിട്ടാണ് EPS കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെയാണ് ഡൈല്യൂട്ടഡ് EPS എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 പറയാനുള്ളത് കേട്ടോ. അടുത്താണ് 8. അടുത്ത IFRS ഏതാ? സെഗ്മെന്റ് റിപ്പോർട്ടിങ്. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര പീരീഡ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ റിപ്പോർട്ടിങ് ചെയ്യണം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് 8 കേട്ടോ. ഒന്ന് ഓർത്ത് വയ്ക്കുക. ജസ്റ്റ് നിങ്ങൾ ആ ഹെഡിങ് ഒന്ന് പേര് മാത്രം നോക്കി അതിനെ ബ്രീഫായിട്ട് അതിന് സെൻറ്റൻസ് ആക്കി പഠിച്ചു വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി 10 എന്ന് പറഞ്ഞാൽ ഇവന്റ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. നമ്മളിപ്പോൾ ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിനുശേഷം കമ്പനികളിൽ എന്ത് നടന്നാലും അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം എന്ന് പറയുന്നതാണ് ഇവന്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്. ഇനി 8 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പോളിസി. അക്കൗണ്ടിങ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിപ്രീസിയേഷൻ കാണുന്ന ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്തു, മനസ്സിലായോ? ഇനി അതിൽ ആ പോളിസിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ അതും കൂടി പരിഗണിക്കണം എന്ന് പറയുന്നതാണ് IAS 8 കേട്ടോ. അടുത്ത 34 ഇൻ്ററിം റിപ്പോർട്ടിംഗ്. ഇൻ്ററിം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഓരോ വർഷം കഴിയുമ്പോഴേക്കും 6 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് ഇൻ്ററിം റിപ്പോർട്ടിംഗ് കേട്ടോ. ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട് തിയറീസ് കേട്ടോ.